പ്രിയപ്പെട്ടവരെ, ഈ നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെയുണ്ട്. ഈ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തി. അത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. നിങ്ങളുടെ ഭാരങ്ങൾ അവനെ ഏൽപ്പിക്കാനുള്ള അവസരമാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല, ഇനി ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. ഒരുപക്ഷെ നിങ്ങൾ രാവിലെ ഉണർന്നപ്പോൾ ഭാരം അനുഭവപ്പെട്ടിരിക്കാം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഭാരം. ഒരുപക്ഷെ ജോലി ചെയ്യുമ്പോൾ ഇത് കേൾക്കുകയാണ്. ഉത്തരവാദിത്വങ്ങളുടെ ഭാരം. ഒരുപക്ഷെ രാത്രി വിശ്രമിക്കുമ്പോൾ ഇത് കേൾക്കുകയാണ്. നാളത്തെക്കുറിച്ചുള്ള ആശങ്കയുടെ ഭാരം. എവിടെയായാലും എപ്പോഴായാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഭാരങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നും തെളിയിക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. വെറുതെ കേൾക്കുക, വെറുതെ ഉണ്ടായിരിക്കുക, ദൈവസന്നിധിയിൽ വെറുതെ വിശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക, പതുക്കെ ശ്വസിക്കുക, ഉള്ളിലേക്ക് പുറത്തേക്ക്. ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും അവൻ്റെ കാരുണ്യമാണ്. ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നാം എല്ലാവർക്കും അറിയാം. രാവിലെ ഉണരുമ്പോൾ തന്നെ ഭാരം തോളിൽ കയറുന്നു. ഇന്ന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം തീർക്കണം, എന്തെല്ലാം നേരിടണം. ആ ഭാരം നെഞ്ചിലമരുന്നു. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്വങ്ങളുണ്ട്. പ്രോജക്റ്റുകൾ, ഡെഡ്ലൈനുകൾ, മീറ്റിങ്ങുകൾ, തീരുമാനങ്ങൾ എല്ലാം നിങ്ങളുടെ തോളിലാണ്. എല്ലാം നിങ്ങൾ ചെയ്യണം. ആ ഭാരം കനക്കുന്നു. വീട്ടിലും ഉത്തരവാദിത്വങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ബന്ധങ്ങളിലെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നോക്കണം. എല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യണം. ആ ഭാരം വർദ്ധിക്കുന്നു. നാളെയെക്കുറിച്ച് ആശങ്കയുണ്ട്. എല്ലാം ശരിയാകുമോ? കാര്യങ്ങൾ നടക്കുമോ? പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ആ ആശങ്ക ഉറക്കം കെടുത്തുന്നു. ചിലപ്പോൾ തോന്നുന്നു, എല്ലാം എൻ്റെ തോളിലാണ്, എല്ലാം ഞാൻ ചെയ്യണം, എല്ലാം എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ചിന്ത ക്ഷീണിപ്പിക്കുന്നു. ഞാൻ പരിഹാരങ്ങൾ പറയാൻ പോകുന്നില്ല, ഉപദേശങ്ങൾ നൽകാൻ പോകുന്നില്ല. പക്ഷേ ഞാനിത് പറയും. ആ ഭാരം യഥാർത്ഥമാണ്. ആ ക്ഷീണം യഥാർത്ഥമാണ്. ആ ആശങ്ക യഥാർത്ഥമാണ്. അത് ദൈവത്തിനറിയാം. അവൻ കാണുന്നു, അവൻ മനസ്സിലാക്കുന്നു, അവൻ സഹായിക്കാൻ തയ്യാറാണ്. ഒരു സത്യം ഓർക്കുക, നിങ്ങളെല്ലാം തനിയെ ചെയ്യേണ്ടതില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെല്ലാം തോളിലെടുക്കേണ്ടതില്ല, ദൈവത്തിന് ഏൽപ്പിക്കാം. നിങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടതില്ല, ദൈവം നിയന്ത്രിക്കും. നിങ്ങൾ കാണാത്ത വഴികളിൽ ദൈവം പ്രവർത്തിക്കുന്നു. നിങ്ങൾ അറിയാത്ത രീതിയിൽ അവൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ പരിഹാരം കൊണ്ടുവരുന്നു. ഒന്നും സംഭവിക്കാതെ പോകുന്ന ദിവസങ്ങളിലും ദൈവം പ്രവർത്തിക്കുന്നു. കാര്യങ്ങൾ നീങ്ങാത്തതുപോലെ തോന്നുമ്പോഴും അവൻ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു. കാണാത്ത കൈകളെല്ലാം ക്രമീകരിക്കുന്നു. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു, വഴിയൊരുക്കുന്നു, തടസ്സങ്ങൾ മാറ്റുന്നു, വാതിലുകൾ തുറക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. കഴിഞ്ഞ തെറ്റുകൾ മറയ്ക്കുന്നു. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. പിറകിൽ നിന്ന് വരുന്ന ആശങ്കകളെ തടയുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലും കാവലായി നിൽക്കുന്നു. വലത്തും ഇടത്തും, മുകളിലും താഴെയും, എല്ലാ ദിക്കിലും അവൻ്റെ കരുതലുണ്ട്. സദൃശവാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, നിന്റെ പ്രവൃത്തികളെ കർത്താവിനെ ഏൽപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സ്ഥിരപ്പെടും. ഈ വാക്കുകൾ ഓർക്കുക. നിന്റെ പ്രവർത്തികളെ കർത്താവിനെ ഏൽപ്പിക്കുക. എല്ലാം, ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും, ഇന്നത്തെ കാര്യങ്ങളും നാളത്തെ കാര്യങ്ങളും എല്ലാം അവനെ ഏൽപ്പിക്കുക. ഏൽപ്പിക്കുക എന്നാൽ എന്താണ്? ഭാരം അവൻ്റെ കയ്യിൽ വയ്ക്കുക, നിയന്ത്രണം അവന് കൊടുക്കുക, ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക അവനെ ഏൽപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുക, പക്ഷേ ഫലം അവന് വിടുക. എന്തായിരിക്കും ഫലം? നിന്റെ ഉദ്ദേശങ്ങൾ സ്ഥിരപ്പെടും, കാര്യങ്ങൾ ശരിയാകും, പ്ലാനുകൾ സഫലമാകും. ഫലം ദൈവം നോക്കും. ആ വാഗ്ദാനം നിങ്ങൾക്കുള്ളതാണ്.
ഇന്ന്, ഈ നിമിഷം, ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുക, ഭാര്യയെക്കുറിച്ച് ഓർക്കുക, ഭർത്താവിനെക്കുറിച്ച് ഓർക്കുക, മക്കളെക്കുറിച്ച് ഓർക്കുക, മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുക, സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുക, പ്രിയപ്പെട്ടവരെക്കുറിച്ച് ഓർക്കുക. അവരുടെ കാര്യങ്ങളും ഭാരമാണ്. അവരുടെ ആരോഗ്യം, അവരുടെ ഭാവി, അവരുടെ തീരുമാനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാം നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. മക്കളുടെ കാര്യങ്ങൾ ഭാരമാണ്. അവരുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ തീരുമാനങ്ങൾ. അവർ ശരിയായ വഴിയിൽ പോകുമോ? അവർക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുമോ? ജോലിസ്ഥലത്തെ കാര്യങ്ങൾ ഭാരമാണ്. പ്രോജക്റ്റുകൾ സമയത്തിൽ തീരുമോ? ബോസ് തൃപ്തിപ്പെടുമോ? ജോലി നിലനിൽക്കുമോ? വരുമാനം മതിയാകുമോ? സാമ്പത്തിക കാര്യങ്ങൾ ഭാരമാണ്. ബില്ലുകൾ, ലോണുകൾ, ചെലവുകൾ, സേവിങ്സ് എല്ലാം ചിന്തിക്കണം, എല്ലാം ക്രമീകരിക്കണം. ഈ എല്ലാ ഭാരങ്ങളും ദൈവത്തിന് ഏൽപ്പിക്കാം. അവൻ വഹിക്കും, അവൻ കൈകാര്യം ചെയ്യും, അവൻ പരിഹാരം കൊണ്ടുവരും. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു. എൻ്റെ ഭാരങ്ങളോടെ വരുന്നു, എൻ്റെ ഉത്തരവാദിത്വങ്ങളോടെ വരുന്നു, എൻ്റെ ആശങ്കകളോടെ വരുന്നു. നീ എന്നെ സ്വീകരിക്കുന്നു, നീ എന്നെ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞാൻ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ചെയ്യേണ്ട ജോലികൾ നിനക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ നിനക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് നേരിടേണ്ട വെല്ലുവിളികൾ നിനക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് സംഭവിക്കാൻ പോകുന്ന എല്ലാം നിനക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രവൃത്തികളെ നിനക്ക് ഏൽപ്പിക്കുന്നു. ഫലം നീ നോക്കണം. ഞാൻ ചെയ്യേണ്ടത് ചെയ്യും, പക്ഷെ ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല. അത് നിൻ്റെ കയ്യിലാണ്. നീ എൻ്റെ കൂടെയുണ്ട്, ഞാനത് വിശ്വസിക്കുന്നു. നീ എല്ലാം ക്രമീകരിക്കും, ഞാനതറിയുന്നു. നീ പരിഹാരം കൊണ്ടുവരും, ഞാനതിൽ ആശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ കുടുംബത്തെ നിനക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ഭാര്യയെ നിനക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ ഭർത്താവിനെ നിനക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ മക്കളെ നിനക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ മാതാപിതാക്കളെ നിനക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ നടവരെ നിനക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ആരോഗ്യം നിനക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ഭാവി നിനക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ തീരുമാനങ്ങൾ നിനക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ നിനക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം നീ നോക്കണം. ഞാൻ അറിയാത്ത ആളുകൾ 12 വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും. കർത്താവെ, ഇപ്പോൾ ഞാൻ നന്നായി പോയ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ഞാൻ അറിയാതെ ശരിയായ കാര്യങ്ങൾക്ക് നന്ദി. പിന്നണിയിൽ ക്രമീകരിക്കപ്പെട്ട കാര്യങ്ങൾക്ക് നന്ദി. പ്രതീക്ഷിക്കാതെ പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് നന്ദി. ആ എല്ലാറ്റിലും നിന്റെ കരമുണ്ടായിരുന്നു, അതിന് നന്ദി. ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ നോക്കി, അതിന് നന്ദി. ഞാൻ വിശ്വസിച്ചപ്പോൾ നീ പ്രവർത്തിച്ചു, അതിന് നന്ദി. ഞാൻ ആശങ്കപ്പെടാതിരുന്നപ്പോൾ നീ പരിഹാരം കൊണ്ടുവന്നു, അതിന് നന്ദി. കർത്താവെ, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പറയാൻ കഴിയാത്ത ഭാരങ്ങൾ നിന്റെ മുന്നിൽ വയ്ക്കുന്നു. എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ആശങ്കകളുണ്ട്. കാരണം പറയാൻ കഴിയാത്ത ഭയങ്ങളുണ്ട്. ഉള്ളിൽ എവിടെയോ ഒരു ഭാരമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്കറിയാം. ആ ഭാരങ്ങൾ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. ആ ആശങ്കകൾ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. ആ ഭയങ്ങൾ ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. എനിക്കറിയാത്തതും നിനക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കാത്തത് നീ മനസ്സിലാക്കുന്നു. ഞാൻ കാണാത്തത് നീ കാണുന്നു. ഞാൻ അറിയാത്തത് നീ അറിയുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം നിനക്ക് ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കർത്താവെ, എൻ്റെ ഭാരങ്ങൾ നീ വഹിക്കുക. ഞാൻ തനിയെ വഹിക്കേണ്ടതില്ല. നീ എൻ്റെ കൂടെയുണ്ട്. ഞാനെല്ലാം നിയന്ത്രിക്കേണ്ടതില്ല, നീ നിയന്ത്രിക്കും. ഞാനെല്ലാം ശരിയാക്കേണ്ടതില്ല, നീ ശരിയാക്കും. എൻ്റെ ഹൃദയത്തെ നീ ലഘുവാക്കുക. എൻ്റെ മനസ്സിനെ നീ ശാന്തമാക്കുക. എൻ്റെ തോളിലെ ഭാരം നീ കുറയ്ക്കുക. ഞാനെല്ലാം നിനക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ആമേൻ. ഇപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ പൊതിയട്ടെ. നിങ്ങളുടെ ഹൃദയം ലഘുവാകട്ടെ. നിങ്ങളുടെ മനസ്സ് ശാന്തമാകട്ടെ. നിങ്ങളുടെ തോളിലെ ഭാരം കുറയട്ടെ. ആശങ്ക മാറിപ്പോകട്ടെ. ഭാരമില്ലാതാകട്ടെ.
വിശ്വാസം വളരട്ടെ, സമാധാനം നിറയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ പ്രവൃത്തികളെ സഫലമാക്കട്ടെ. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ പ്ലാനുകൾ സഫലമാകട്ടെ. നിങ്ങളുടെ ഭാവി പ്രകാശമാനമാകട്ടെ. ഈ ദിവസം മുഴുവൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. ഓരോ കാര്യത്തിലും അവൻ്റെ കരമുണ്ടാകട്ടെ. ഓരോ തീരുമാനത്തിലും അവൻ്റെ ജ്ഞാനമുണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചു പോകുക. ദൈവത്തിനെ ഏൽപ്പിച്ച് ജീവിക്കുക. ദൈവത്തിൻ്റെ സമാധാനത്തിൽ വിശ്രമിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ അവൻ്റേതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ അവൻ്റെ കയ്യിലാണ്. നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ